ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി രസം റൈസ് ആണ് കേട്ടോ. ഈ ഒരു രസം റൈസ് നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കാൻ പോലും മടി ഉണ്ടാവുന്ന ദിവസം, പണി ചെയ്യാൻ മടി ഉണ്ടാവുന്ന ദിവസം, ഒരു അടിപൊളി എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഈ ഒരു റൈസ് ഒന്ന് തയ്യാറാക്കി കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. സിമ്പിൾ മെത്തേഡാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി രസം റൈസ് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് അല്ലെങ്കിൽ 2.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലാസ്സോ അല്ലെങ്കിൽ ഏത് കപ്പാണ് അളവ് എടുക്കുന്നത് ആ ഒരു സെയിം കപ്പിൻ്റെ അളവിൽ വേണം നമുക്ക് അളവെടുക്കാൻ. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. 2.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ 1/2 ഗ്ലാസ് നമ്മുടെ ചെറുപയർ പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് സാമ്പാർ പരിപ്പാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. പരിപ്പും അരിയും കൂടെ നന്നായിട്ട് ഇവിടെ വാഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു രസം റൈസിന് നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ. ഈ വക നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുകും ജീരകവും ഏകദേശം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വത്തലമുളക് ചോപ്പ് ചെയ്ത്, അതായത് തീരെ നൈസല്ല, ജസ്റ്റ് ഒന്ന് ഞുറുക്കിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു പച്ചമുളകും കൂടെ ഞുറുക്കി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു 5-6 വെളുത്തുള്ളി ചോപ്പ് ജസ്റ്റ് സ്ലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അധികം വേവിക്കാനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു 8 to 10 ചെറിയ ഉള്ളി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മീഡിയം സൈസ് തക്കാളിക്ക് റഫ്ലി ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വക ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് നമുക്കിതിലോട്ട് സാമ്പാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ പൊടി ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയുടെ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ആ അരിയും പരിപ്പും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആ മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം. നമ്മൾ അരിയും പരിപ്പ് എത്ര എടുത്തിട്ടുണ്ട് അതിൻ്റെ ഡബിളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വെള്ളം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടോട്ടലി ഞാനിവിടെ 4.5 ഗ്ലാസ്സാണ് വെള്ളം ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഞാനിവിടെ പുളി ചേർത്ത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ. അതും കൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്ക് സ്ക്വീസ് ചെയ്ത് ആ വെള്ളവും കൂടെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടലി നമുക്കൊരു 5 ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ ഇല്ലെന്നെല്ലാം നന്നായിട്ടൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 4 to 5 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൽ 4-5 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ രസം റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിക്കോളൂ. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ രസം റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്താലോ. വളരെ ടേസ്റ്റിയാണ്. കഞ്ഞീൻ്റെ പകരം നിങ്ങൾക്ക് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലോട്ട് നമ്മുടെ ഈ ഒരു രസം റൈസ് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ചൂട് പപ്പടം ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയാണ്. വേറെ ഒന്നും വേണ്ട, നമുക്ക് ഇത് മാത്രം മതി കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമുക്ക് ജലദോഷം പനിക്കോളൊക്കെ ഉള്ളപ്പം ഇതുപോലെ നല്ല എരിവും പുളിയൊക്കെ കഴിക്കുമ്പോഴത്തേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് നല്ലൊരു ഉന്മേഷമാണ് കിട്ടുന്നത് നമുക്ക് ഈ ഒരു രസം റൈസ്
റൈസ് കഴിക്കുമ്പോൾ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടെസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി ഇങ്ങോട്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.